എന്തൊക്കെയാ ഇത്? നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഗർത്തം അതൊരു ഫ്യൂമാ റോളാണ്. ഒരു രക്ഷയില്ല, മൊത്തം പോകാം. കലിങ്ങന്മാർ പറയുന്ന ഡയലോഗ് അവന്മാർക്ക് ചേഞ്ച് വേണം. അത്ര ചേഞ്ച് മൊത്തം സ്മൂത്താണ്. നല്ല ചൂട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സീരിയസ് സൈക്കിൾ വ്ളോഗ്സ്. ഇന്നിപ്പോൾ നമ്മൾ ക്രേറ്റേഴ്സ് ഓഫ് ദ മൂൺ, ചന്ദ്രനിലെ ആ ഒരു അഗാധമായ ഗർത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ടാവ്പോയിലെ ഒരു ജിയോ തെർമൽ സൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. സോ ലെറ്റ്സ് ഗോ. എൻ്റെ അമ്മേ, ഇത് അവിടെയൊക്കെ ആവി വരുന്നത് കണ്ടോ? ഇവിടുന്നൊക്കെ ആവി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം ഈ ഭൂമിക്കടിയിൽ നിന്നുള്ള ചൂട് വെള്ളം സ്റ്റീമായിട്ട് പുറത്തോട്ട് വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, കണ്ടില്ലേ? നമ്മളിനി അതിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും പോയി നോക്കാം. ഇതുപോലൊരു ലൊക്കേഷൻ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഒറാക്കെ കൊറോക്കോ എന്ന് പറയുന്നത്. അത് കണ്ടിട്ടില്ലാത്തവർ ആ എപ്പിസോഡൊന്ന് കണ്ടേക്കുക. അപ്പോൾ ഏകദേശം അതുപോലുള്ളൊരു ലൊക്കേഷനാണെന്ന് തോന്നുന്നു. എന്തായാലും ദാ ആ കാണുന്ന പുകഞ്ഞു പൊങ്ങുന്ന ആ ഒരു ഗർത്തങ്ങളുടെ അടുത്തൂടെയൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. വിട്ടാലോ? ഓക്കെ, പോവാം. ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിലെ മധ്യഭാഗത്തായിട്ടുള്ള ടാവ്പോ എന്ന പട്ടണത്തിന്റെ ടൗൺ സെന്ററിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററോളം ഓക്ലൻഡിലേക്ക് പോകുന്ന ഡയറക്ഷനിൽ പോകുമ്പോഴാണ് ഈ ക്രേറ്റേഴ്സ് ഓഫ് ദ മൂൺ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അകത്തോട്ട് കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ അങ്ങ് ദൂരെ കണ്ടില്ലേ? എൻ്റെ അമ്മ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അങ്ങ് ദൂരെയായിട്ട് ആവി വരുന്നത് കണ്ടോ? പ്രദേശത്തോടെ നടക്കുന്ന കുറച്ച് റിസ്ക്കിയായി, വളരെ അൺപ്രഡിക്റ്റബിളും ഡേഞ്ചറസും ഒക്കെയാണ്. ഏത് സമയത്തും ഇതിൻ്റെ സ്വഭാവം ആകെ മറിയാം. ഇവിടുന്ന് തിളച്ച വെള്ളമൊക്കെ തെറിച്ച് വരാൻ തോന്നും. ക്രേറ്റേഴ്സ് ഓഫ് ദ മൂൺ എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ ഒരു ക്രേറ്റർ നമ്മൾ കണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ആ ആവി പുറത്തോട്ട് ചീറ്റി വരുന്ന ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമോ? അമേസിങ്. ഇതൊക്കെ സംഭവമല്ലേ? ഇതിൻ്റെ ഈ കണ്ട ഈ ഒരു ക്രേറ്റർ, ഈ ഒരു ഗർത്തത്തിൻ്റെ പേര് അതിന് പറയുന്നത് ഫ്യൂമാ റോൾ എന്നാണ്. ഫ്യൂമാ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുപോലുള്ള ഭൂമിയിലുള്ള ഈ വോൾക്കാനിക് ഗർത്തങ്ങളിൽ നിന്ന് ഇതേപോലെ സ്റ്റീം വരുന്ന ക്രേറ്റേഴ്സിനാണ് ഫ്യൂമാ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതേ നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഗർത്തം അതൊരു ഫ്യൂമാ റോളാണ്. എന്തൊക്കെ വെറൈറ്റി സംഭവങ്ങളാണ്, അത്ഭുതങ്ങളാണ് ഭൂമിയിൽ നടക്കുന്നത്. അതെ നീ പറഞ്ഞ പോലെ ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോരോ പുതിയ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതും ഈ കൊച്ചു ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത്. അപ്പോൾ അതുപോലെ അതെ, ന്യൂസിലൻഡ് ആള് താമസം പോപ്പുലേഷൻ വളരെ കുറവാണ്. പക്ഷേ ഏരിയ വൈസ് നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യയുടെ നമ്മുടെ ഒരു കേരളം, തമിഴ്നാട്, ആന്ധ്ര ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ഏരിയ വൈസ് വലിപ്പമുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ഇത്രയും വെറൈറ്റി കാഴ്ചകൾ ഇവിടെ തന്നെ കാണാനുണ്ട്. അപ്പം ഈ ലോകം മൊത്തം ഇതുപോലെ കാണാനായിട്ട് എന്തെല്ലാം കാഴ്ചകളാണ്.
അപ്പോൾ അതുപോലുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാണണം. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അവസാനം വരെ വീഡിയോ കാണുക. ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് ഇതുപോലെ കാണാനായിട്ട് വന്നിട്ടുണ്ടെന്ന്. നല്ല മഴയുണ്ട്, എന്നാലും മഴയൊന്നും വകവയ്ക്കാതെ ആൾക്കാർ ഇത് കാണാനായിട്ട് വന്നേക്കാണ്. കണ്ടില്ലേ, ഇതാണ് ഭൂമിയുടെ മാജിക്. എവിടെ നിന്നൊക്കെയോ പുക വരുന്നു. എൻ്റെ അമ്മ, എന്ത് ചൂടാന്ന് നോക്കിയേ. നല്ല ചൂട് കേട്ടോ. മഴ തുടങ്ങി. സേഫ്. God, look at that. Absolutely amazing. ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ് പോലുണ്ട്. അടിപൊളിയല്ലേ? ഓ, ഒരു രക്ഷയില്ല, മൊത്തം പുക. മറ്റേ ചതിക്കാത്തൊക്കെ എന്തെങ്കിലും സലീംകുമാർ പറയുന്ന ഡയലോഗ് അല്ലേ, അവന്മാർക്ക് ചേഞ്ച് ചെയ്യണം. അത്ര ചേഞ്ച്, മൊത്തം സ്മോക്കാണ്. ആ പുകയെല്ലാം കൂടെ മുഖത്തോട്ടടിക്കുന്നില്ല, നല്ലൊരു തോണയ്ക്കകത്ത് ഇരിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് അല്ലേ. നല്ല ചൂടുണ്ട്. ഒരു തോണയ്ക്കകത്ത് സ്റ്റീം ബാത്ത് അടിക്കുന്ന ഒരു എഫക്റ്റ്. നമ്മൾ അതുവഴിയൊക്കെ നടന്നാണ് ഇപ്പം ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഇനിയും കുറച്ചുകൂടെ നടക്കാനുണ്ട്. ഇവരൊക്കെ നടന്നു പോകുന്ന വഴിയിലൂടെ കുറച്ചുകൂടെ നടക്കുമ്പോൾ നമ്മൾ ആ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്തെത്തും. നല്ല ചൂട്. അപ്പോൾ ഈ ക്രേറ്റേഴ്സ് ഓഫ് ദ മൂൺ എന്ന് പറയുന്നത് ന്യൂസിലൻഡിൻ്റെ മധ്യഭാഗത്തായിട്ടുള്ള, നോർത്ത് ഐലൻഡിൻ്റെ മധ്യഭാഗത്തായിട്ടുള്ള ടാപ്പോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുവഴി ന്യൂസിലൻഡിൽ വിസിറ്റ് ചെയ്യുന്നവരോ ഇതുവഴി പാസ് ചെയ്യുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒന്ന് വന്ന് കണ്ടിട്ട് പോവുക. ഇതങ്ങനെ ലോകത്തിൻ്റെ മറ്റൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു പ്രതിഭാസമാണിത്. എന്തായാലും നമ്മൾ ലക്കി, ഇത് കാണാൻ പറ്റി. $10 ആണ് എൻട്രി ടിക്കറ്റ്. സോ വലിയ കാശ് ആവത്തില്ല, $10 ചീപ്പാണ്. ചീപ്പായിട്ട് നമുക്ക് കയറി, അധികം ലെങ്തി അല്ല, ഒരു മണിക്കൂർ വോക്കുണ്ട്. 1 മണിക്കൂർ നടക്കാനുള്ള കാഴ്ചകളേ ഉള്ളൂ. പക്ഷേ നല്ല രസമാണ്. മനോഹരമായിട്ടുള്ളൊരു ചെറിയ ഹൈക്കാണിത്. നടക്കാനായിട്ട് ഇതുപോലെ സേഫ് ആയിട്ടുള്ള ഏരിയയിൽ കൂടെ അവർ ഈ തടിപ്പാലം പണിഞ്ഞിട്ടുണ്ട്. അതുവഴി മാത്രമേ നമ്മൾ നടക്കാൻ പാടുള്ളൂ. ഈ പാലത്തിന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് നമുക്കറിയത്തില്ല. ആരും ഇവിടെ വരുവാണെങ്കിൽ പരീക്ഷിക്കരുത്. സേഫായിട്ടുള്ള ഈ പാത്തിൽ കൂടെ നടന്നങ്ങ് പോവുക. കണ്ട് ആസ്വദിച്ച് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഫോളോ ചെയ്ത് എൻജോയ് ചെയ്തങ്ങ് പോവാം. ഇത് ഞങ്ങളുടെ മുമ്പിൽ വയ്യാത്ത ഒരാൾ വരെ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടക്കുന്നുണ്ടോ. കൂടെ ആരുമില്ല. പുള്ളി മുടന്തി ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ്. കണ്ടില്ലേ, പാവം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നും ഒരു ലിമിറ്റേഷൻ അല്ല. നമുക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ ഇതെല്ലാം വന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. യാത്ര എപ്പോഴും നല്ലൊരു കാര്യമാണ്. ഒരുപാട് പഠിക്കാനും ഒരുപാട് എക്സ്പീരിയൻസും എല്ലാം കിട്ടും. അതുകൊണ്ട് എല്ലാവരും യാത്ര ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ക്രേറ്റേഴ്സ് ഓഫ് മൂണിലെ മഡ് ക്രേറ്റർ, ചെളിയുടെ ഒരു കുഴി. അപ്പം ചെളിയുടെ കുഴി നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്താണ് വ്യത്യാസം എന്ന് നമുക്കൊന്ന് നോക്കാം. മഡ് ക്രേറ്റർ. നമ്മൾ മഡ് ക്രേറ്ററിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. എൻ്റെ അമ്മേ, എന്തൊക്കെയാണ് ഇത്? എനിക്ക് ഉറപ്പാണ് ഇവിടെ ഒന്നും വേറെ ജീവജാലങ്ങളൊന്നും താമസമില്ല, ഈ ചെടികളല്ലാതെ.
ദൂരെ നിന്ന് കാണാൻ വളരെ ഭംഗിയാണ്, പക്ഷേ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ പൊള്ളും. അതെ, പൊള്ളുന്നല്ല, ഉരുകിപ്പോകും. എൻ്റെ അമ്മ വേണ്ടില്ല, സ്റ്റീം വരുന്നതിൻ്റെ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം, ഒരു വിസിലിംഗ് സൗണ്ട് പോലെ. നോക്കിയേ, ഇവിടെ ബബ്ലിംഗ് മഡ്സ് നടക്കാറുണ്ടായിരുന്നു. ശരിക്കും സമ്മർ ആയതുകൊണ്ട് വെള്ളം മുഴുവൻ വറ്റിപ്പോയത്. അല്ലെങ്കിൽ ഇങ്ങനെ ബബിൾ ചെയ്തുകൊണ്ടിരിക്കും മഡ് ക്ലേയില്. താഴെ കാണുന്നിടത്ത് ഇപ്പം സമ്മർ ആയതുകൊണ്ട് ഇവിടെ ആ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ചെളി രൂപത്തിൽ ലിക്വിഡ് ഫോമിൽ ഫ്ലൂയിഡിൻ്റെ പോലെ ഇരിപ്പില്ല, നല്ല ഡ്രൈ ആയി കിടക്കുക. അപ്പോൾ ഒരു ഫ്ലൂയിഡ് ഫോമിലാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു പണ്ട് ചെയ്ത ഒറാക്കെ കൊറോക്കോടെ എപ്പിസോഡ് പോലെ ഈ ചെളി ഇങ്ങനെ തിളച്ച് പൊങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബ്യൂട്ടിഫുൾ, നല്ല ചൂടുള്ള ബ്യൂട്ടി അല്ലേ, നല്ല ചൂടുള്ള ബ്യൂട്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഹോട്ട് വ്യൂസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഹോട്ട് വ്യൂസ് കാണാനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരും മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ന്യൂസിലൻഡിലെ വെരി വെരി സ്മോക്കിംഗ് ഹോട്ട് വ്യൂസ്, അതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് എപ്പോഴും ഉള്ളൊരു ഡൗട്ട് എന്താണെന്നറിയാം, ഇങ്ങനൊരു പ്രദേശം ആരായിരിക്കും ആദ്യം കണ്ടുപിടിച്ചത്? ഇതൊരു കൺസേർവ്ഡ് ഏരിയ ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും എല്ലാം മനസ്സിലായത് ആദ്യം ആരെങ്കിലും ഇതുപോലെ നടന്ന് വന്ന് കണ്ടുപിടിക്കണ്ടേ? നടന്ന് ഇതേപോലെ കാട്ടിലൊക്കെ നടന്ന്, എന്നാലല്ലേ ഈ ഒരു ഏരിയ മനസ്സിലാകത്തുള്ളൂ. അതോ അവർ ഫ്ലൈറ്റിലും എല്ലാം വന്ന് എന്തെങ്കിലും മാർക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണോ? ഇല്ല, ഫ്ലൈറ്റിലൊന്നും അല്ല. ഇതാദ്യം ഒരു മാറി ട്രൈബൽ ലീഡർ കൊണ്ടാണ് ഈ ഒരു ഏരിയ കണ്ടുപിടിച്ചത്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അതെ. എന്നാലും ഇപ്പം പണ്ടും ഇതുപോലെ ക്രൈസി ആയിട്ടുള്ള ആൾക്കാർ കാണും, ഇങ്ങനെ കാടൊക്കെ നടന്ന് ഓരോരോ സ്ഥലമൊക്കെ കണ്ടുപിടിക്കുന്നത്. പിന്നെ വട്ടന്മാർ എല്ലാ സ്ഥലത്തും ഉണ്ട്, ഇല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത്. അതെ, കൊള്ളാം. അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ പണ്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഇതൊക്കെ കാണാൻ സാധിക്കുന്നു. വണ്ടർഫുൾ. അപ്പോൾ അടുത്തതായി നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തെ മോസ്റ്റ് ആക്റ്റീവ് സ്റ്റീംമെൻ്റ്, ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ക്രേറ്ററാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ വാർണിംഗ് എഴുതി വെച്ചേക്കുന്നത് ശ്രദ്ധിച്ചോ. എന്തെങ്കിലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ ഒരു വാർണിംഗ് സൈറൻ, 1 മിനിറ്റിൽ കൂടുതലുള്ള ഒരു വാർണിംഗ് സൈറൻ അവർ അലേർട്ടിനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ പ്രദേശം ഇവാക്യുവേറ്റ് ചെയ്യണം എന്നാണ് എഴുതിയേക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എന്തായാലും നമുക്ക് പോയി ആ മോസ്റ്റ് ആക്റ്റീവ് സ്റ്റീംമെൻറ്റ്, മോസ്റ്റ് ആക്റ്റീവായിട്ടുള്ള ആ ക്രേറ്റർ ഒന്ന് കണ്ടിട്ട് വരാം. ഇതിങ്ങനെ ആ ഒരു ക്രേറ്ററിലേക്ക് എത്താൻ ഈ പടവുകൾ മുകളിലോട്ട് കയറണം. ഈ പടവുകൾ മുകളിലോട്ട് കയറി കഴിയുമ്പോൾ ഞാൻ പടമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ടയറിങ്, നല്ലൊരു ഹൈക്കാണിത്. ഇത് ഒരു ഓപ്ഷണൽ സൈഡാണ്. ആ ലൂപ്പിൽ നിന്ന് ഒരു ഡിറ്റൂർ പോലെ നമുക്കെടുത്ത് ഇങ്ങോട്ട് കയറി വന്ന് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു മോസ്റ്റ് ആക്റ്റീവ് സ്റ്റീംമെൻറ്റ് കാണണം എന്നുള്ളവർ മാത്രം ഇങ്ങോട്ട് വരിക. ഞാനിങ്ങ് എത്താറായി, കണ്ടോ. പൊങ്ങുന്നുണ്ടല്ലേ, കൊച്ചു പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നത്. എന്താ സൗണ്ട് കേൾക്കാവോ? സ്റ്റീം ചീറ്റ് വരുന്നതിൻ്റെ സൗണ്ടായി കേൾക്കുന്നത്.
അമ്മേ നല്ല ചൂട്. അപ്പോൾ ആ കണ്ടതായിരുന്നു ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ക്രേറ്റർ. കണ്ടില്ലായിരുന്നു ആ പുക ഇങ്ങനെ ഭൂമിക്കടിയിൽ നിന്ന് ചീറ്റി വരുന്നത്. നല്ല സൗണ്ടുണ്ട് കേട്ടോ, ആ ഒരു ഫോഴ്സിൽ അത് വരുന്നതിൻ്റെ ആ നല്ല സൗണ്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ പുകഞ്ഞ് പൊങ്ങുന്ന ഈ ഒരു എപ്പിസോഡ്? അടിപൊളിയല്ലേ? ഇത്തരം വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. കാടിൻ നടുവിൽ കൂടുണ്ടാക്കാൻ കാലങ്ങൾ താണ്ടുമ്പോൾ പാരിൻ മറവിൽ പ്രായം മറയും കാലം അത് വഴിമാറും അലതല്ലും തിര